നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. പെറുവിൽ ഉണ്ടായ ദാരുണമായ വിമാനാപകടത്തെക്കുറിച്ചുള്ള വാർത്തകളും സൗദി അറേബ്യയിലെ പുതിയ അഴിമതി വിരുദ്ധ നടപടികളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളും സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധിയെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പെറുവിൽ നിന്നുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. പെറുവിലുണ്ടായ ദാരുണമായ വിമാനാപകടത്തിൽ 13 പേർ മരിച്ചു. വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ചിരുന്ന ചെറുവിമാനം തകർന്നു വീണാണ് അപകടമുണ്ടായത്. രാജ്യത്തെ ഉൾപ്രദേശത്തുവെച്ചാണ് അപകടം നടന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിനോദസഞ്ചാര യാത്രയ്ക്കിടെ സാങ്കേതിക തകരാറുകൾ നേരിട്ട വിമാനം പർവ്വതനിരകളിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അപകടവിവരം അറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ അതിജീവിച്ചില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അപകടകാരണം കണ്ടെത്താൻ പെറുവിയൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാണോ അതോ ആൻഡീസ് പർവ്വതനിരകളിലെ പ്രതികൂല കാലാവസ്ഥയാണോ അപകടത്തിന് കാരണമായതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിദേശ എംബസികളുമായി സഹകരിച്ച് ബന്ധുക്കളെ വിവരമറിയിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ സംഭവം മേഖലയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ആഘാതമായിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ചെറുവിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പരിശോധിക്കണമെന്ന ആവശ്യം ഇതിനകം ഉയർന്നുകഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരുക. സൗദി അറേബ്യയിലെ സകാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യത്തെ കര, കടൽ, വ്യോമ അതിർത്തികളിൽ നിന്ന് 1210 നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തതായി റിപ്പോർട്ട് ചെയ്തു. കസ്റ്റംസ് പരിശോധന കർശനമാക്കുന്നതിനും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ നടപടികളുടെ ഭാഗമായാണ് ഈ പിടിച്ചെടുക്കലുകൾ എന്ന് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പിടിച്ചെടുത്തവയിൽ 88 മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടുന്നു. കഞ്ചാവ്, കൊക്കെയിൻ, ഹെറോയിൻ, മെത്താംഫെറ്റമിൻ, ക്യാപ്റ്റഗോൺ ഗുളികകൾ തുടങ്ങിയ വിവിധതരം ലഹരിവസ്തുക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മയക്കുമരുന്നുകൾക്ക് പുറമെ 402 നിരോധിത വസ്തുക്കൾ, 2425 പുകയില ഉൽപ്പന്നങ്ങൾ, 18 അനധികൃത പണമിടപാടുകൾ, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട 3 കേസുകൾ എന്നിവയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കടത്തൽ തടയുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുമായി വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. കള്ളക്കടത്തോ കസ്റ്റംസ് നിയമലംഘനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതീവ രഹസ്യമായി അധികൃതരെ അറിയിച്ച് പൊതുജനങ്ങൾക്കും സുരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാമെന്ന് അധികൃതർ അറിയിച്ചു. വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിനായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും കർശനമായ നിരീക്ഷണം തുടരുമെന്ന് ഷെനെമെ ആവർത്തിച്ചു വ്യക്തമാക്കി. വേണ്ടി സൗദി അറേബ്യയിലെ അഴിമതി വിരുദ്ധ അതോറിറ്റിയായ നസാഹ 2026 ജൂലൈ മാസത്തിൽ നടത്തിയ ശക്തമായ പരിശോധനകൾക്കൊടുവിൽ 131 പേരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളം 2338 പരിശോധനകളാണ് അതോറിറ്റി നടത്തിയത്. ഇതിന്റെ ഭാഗമായി 430 സംശയിക്കപ്പെടുന്നവർക്കെതിരെ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. അറസ്റ്റിലായവരിൽ ചിലർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും കൈക്കൂലി, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ അഴിമതി കേസുകളിൽ അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, ആരോഗ്യം, മുനിസിപ്പൽ ഭവന നിർമ്മാണ മന്ത്രാലയങ്ങൾ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അന്വേഷണ പരിധിയിലുണ്ട്. പൊതുമേഖലയിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുമെന്നും ഭരണപരമായതും സാമ്പത്തികവുമായ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടികൾ കർശനമായി തുടരുമെന്നും നസാഹ അറിയിച്ചു. പ്രതികൾക്കെതിരായ കുറ്റാരോപണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞ മാസം ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സർക്കാർ ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ഥാപനപരമായ അച്ചടക്കം ഉറപ്പാക്കുന്നതിനായി സൗദി അറേബ്യ നടപ്പിലാക്കുന്ന ശക്തമായ നടപടികളുടെ ഭാഗമാണിത്. വേണ്ടി റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. പെട്ടെന്നുള്ള നയതന്ത്ര ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുതിയൊരു കരാറിനുള്ള ചട്ടക്കൂടുകൾ ഇതിനകം തയ്യാറായിട്ടുണ്ടെന്നും സൈനിക നടപടി വൈകിപ്പിക്കണമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും മറ്റ് പ്രാദേശിക പങ്കാളികളും വാഷിംഗ്ടണിനോട് അഭ്യർത്ഥിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയിൽ വലിയൊരു മാറ്റത്തിനാണ് ഈ നീക്കം വഴിയൊരുക്കിയിരിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സൈനിക ഇടപെടലിനേക്കാൾ ചർച്ചകളിലൂടെയുള്ള പരിഹാരത്തിനാണ് പ്രസിഡന്റ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു.
ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗിക നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറുമോ അതോ അമേരിക്കയുടെ സൈനിക ഭീഷണി തുടരുമോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഈ തീരുമാനത്തിന് പ്രസക്തിയുള്ളൂ എന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ ടെഹ്റാനോ വാഷിംഗ്ടണോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. ന്യൂസ്. സ്പെയിനിന്റെ അധീനതയിലുള്ള സ്യൂട്ടയിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് യൂറോപ്പിലുടനീളം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണ്. കുടിയേറ്റ നയങ്ങളെ ചൊല്ലി യൂറോപ്പിൽ നിലനിൽക്കുന്ന ഭിന്നതകൾക്ക് ഇത് ആക്കം കൂട്ടിയിട്ടുണ്ട്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ ജനങ്ങൾക്കിടയിലെ ആശങ്ക വർദ്ധിപ്പിക്കുകയും രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ ആഫ്രിക്കൻ പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിയത് സ്പാനിഷ് അധികൃതർക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അതിർത്തി സുരക്ഷയെക്കുറിച്ചും അയൽരാജ്യമായ മൊറോക്കുമായുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും പുനർചിന്തനം നടത്താൻ ഭരണകൂടത്തെ നിർബന്ധിതരാക്കി. സ്ഥിരീകരിക്കാത്ത ദൃശ്യങ്ങളും അഭിപ്രായങ്ങളും ഓൺലൈനിൽ അതിവേഗം പ്രചരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സങ്കീർണമാക്കിയെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊരു പ്രാദേശിക മാനുഷിക പ്രശ്നത്തിൽ നിന്ന് വലിയൊരു പ്രത്യയശാസ്ത്ര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. അഭയാർത്ഥി നയങ്ങളിൽ ഒരു സമവായത്തിലെത്താൻ യൂറോപ്യൻ നേതാക്കൾ പാടുപെടുമ്പോൾ ഔദ്യോഗിക നയങ്ങളെക്കാൾ വേഗത്തിൽ ഡിജിറ്റൽ ചർച്ചകൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നു. കർശനമായ അതിർത്തി നിയന്ത്രണം വേണമെന്ന ആവശ്യവും അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന ആവശ്യവും തമ്മിലുള്ള തർക്കങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ ആഴത്തിലുള്ള വിള്ളലുകൾ വെളിപ്പെടുത്തുന്നു. സാഹചര്യം സങ്കീർണമായി തുടരുന്നതിനിടെ കുടിയേറ്റ സമ്മർദ്ദങ്ങളും ഡിജിറ്റൽ തെറ്റായ വിവരങ്ങളും നയരൂപകർത്താക്കൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ടെഹ്റാനു വേണ്ടി റിപ്പോർട്ട്. സ്പെയിനിലെ സ്യൂട്ട അതിർത്തിയിൽ അഭയാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ബിബിസി റിപ്പോർട്ട് പ്രകാരം അഭയാർത്ഥികളുടെ പെട്ടെന്നുള്ള വരവ് മാഡ്രിഡും മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും തമ്മിൽ നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിർത്തിയിലെ സമ്മർദ്ദം നേരിടാൻ ഏകീകൃതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അധികൃതർ പാടുപെടുകയാണ്. അഭയാർത്ഥികളുടെ വരവ് വർദ്ധിച്ചത് പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ച് സമഗ്രമായ ചർച്ച വേണമെന്ന ആവശ്യം ശക്തമായി. തെക്കൻ അതിർത്തി സുരക്ഷിതമാക്കാൻ ബ്രസൽസിൽ നിന്ന് കൂടുതൽ സഹായം സ്പെയിൻ തേടുമ്പോൾ മാനുഷിക പ്രശ്നങ്ങളും അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും മറ്റ് അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി സുരക്ഷയ്ക്കുള്ള അടിയന്തര നടപടികളും മെഡിറ്ററേനിയൻ മേഖലയിലെ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ദീർഘകാല നയതന്ത്ര തന്ത്രങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. യൂറോപ്യൻ യൂണിയന്റെ അതിർത്തി സുരക്ഷയെക്കുറിച്ചും അംഗരാജ്യങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് സ്യൂട്ടയിലെ സാഹചര്യം വഴിതുറന്നിരിക്കുകയാണ്. യോഗം പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരും. പെറുവിലെ നാസ്ക ലൈൻസ് പുരാവസ്തു കേന്ദ്രത്തിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 13 പേരും മരിച്ചു. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന പുരാതനമായ ഈ ഭൂപ്രദേശത്തിന് മുകളിലൂടെയുള്ള കാഴ്ചകൾ കാണുന്നതിനിടെയാണ് ഇന്ന് അപകടം സംഭവിച്ചത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിദൂരമായ മരുഭൂമിയിലേക്ക് അടിയന്തര രക്ഷാപ്രവർത്തകരെ ഉടൻ തന്നെ അയച്ചെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന ആരും അതിജീവിച്ചില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അപകടകാരണം കണ്ടെത്താൻ പ്രാദേശിക ഭരണകൂടം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാണോ അതോ മോശം കാലാവസ്ഥയാണോ അപകടത്തിന് കാരണമെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള നാസ്ക ലൈൻസിലെ വിസ്മയകരമായ ചിത്രങ്ങൾ കാണാൻ വിനോദസഞ്ചാരികൾക്കായി ചെറുവിമാനങ്ങളിൽ പതിവായി യാത്രകൾ നടത്താറുണ്ട്. അപകടസ്ഥലം സുരക്ഷിതമാക്കാനും ഫ്ലൈറ്റ് വിവരങ്ങൾ ശേഖരിക്കാനും പെറുവിലെ വ്യോമയാന സുരക്ഷാ വിഭാഗം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചതിനുശേഷം മാത്രമേ ഇരകളുടെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ. ഈ ദാരുണമായ സംഭവം മേഖലയിലെ വ്യോമയാന സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നാസ്ക പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരും. ഈ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വസ്തുതകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ദൃഢത പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധം.